വടക്കൻ കേരളത്തിലും പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. നിരത്തിലിറങ്ങിയ കെഎസ്ആർടിസി ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞു. മലപ്പുറത്ത് പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ കേസെടുത്തു. കോഴിക്കോട് ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകളെ മാത്രമാണ് സമരാനുകൂലികൾ നിരത്തിലിറങ്ങാൻ അനുവദിച്ചത്. സർവീസിനിറങ്ങിയ കെഎസ്ആർടിസി ബസ്സുകളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലും പാവങ്ങാട് ഡിപ്പോയിലും തടഞ്ഞു. യാത്ര അവസാനിപ്പിക്കാൻ ജീവനക്കാർ തയ്യാറാകാതിരുന്നതോടെ ബസ്സിന് മുന്നിൽ കിടന്നും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ചെറുവണ്ണൂരിൽ ഡെന്റൽ ക്ലിനിക്ക് ബലം പ്രയോഗിച്ച് അടപ്പിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ NB മുസമ്മിലിനെ സമരാനുകൂലികൾ മർദ്ദിച്ചു. മുക്കത്ത് സിവിൽ സ്റ്റേഷനും ധനകാര്യ സ്ഥാപനങ്ങളും പൂട്ടിച്ചു. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയ സമരാനുകൂലികൾ പ്രിൻസിപ്പലിനെയും ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി. CITUവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ റാലി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കിനെ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങളുണ്ടാവും. EMS ഉൾപ്പെടെയുള്ള സംഘടനകൾ സഹകരിക്കാൻ തയ്യാറായാൽ അവരുമായി യോജിക്കാൻ തയ്യാറാണ്. മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ CPM ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. CPM മഞ്ചേരി ഏരിയ സെക്രട്ടറി ഫിറോസ് ബാബു അടക്കം 20 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പാലക്കാട് തുറന്ന കടകളും ധനകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു. കഞ്ചിക്കോട് വ്യവസായ മേഖല പൂർണ്ണമായി സ്തംഭിച്ചു. പട്ടാമ്പിയിൽ ഉച്ചയ്ക്ക് ശേഷം നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ സമരക്കാർ തടഞ്ഞു. കണ്ണൂരിൽ ദേശീയപാതയിൽ കാൽടെക്സിന് സമീപം വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. കോർപ്പറേഷനിൽ ജോലിക്കെത്തിയ ശുചീകരണ തൊഴിലാളികളെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. വയനാട് KSRTC ബസ്സും ചരക്ക് വാഹനങ്ങളും സമരക്കാർ തടഞ്ഞു. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലും കടകൾ അടഞ്ഞുകിടക്കുകയാണ്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇടത് ട്രേഡ് യൂണിയനുകൾ റാലിക്കിടെ ഓട്ടോകളിലെത്തിയ യാത്രക്കാരെ ഇറക്കിവിട്ടു. UDTFിന്റെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനവും നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.